എല്ലാ വാർഡുകളിലും ഇവിടെ മാത്രമല്ലല്ലോ 101 വാർഡുണ്ടല്ലോ 101 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം 1.5 മാസം മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ തമ്പാനൂർ പഴവങ്ങാടിയിലൊക്കെ പ്രശ്നം ഇന്നോ ഇന്നലെ പെട്ടെന്നുണ്ടായ പ്രശ്നമല്ല. അത് പരിഹരിക്കണമെങ്കിൽ ഈ മെക്കാനിസം പോരാ. കോർപ്പറേഷൻ ഒരു മെക്കാനിസം മാത്രമൊന്നും വെച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അത് വളരെ വലിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ആലോചിച്ച് ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നമുക്ക് പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കും. ഈ പ്രശ്നം ഇപ്പോഴത്തെ ഒരു ഇടപെടൽ കൊണ്ട് ആത്യന്തികമായി പരിഹരിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് തന്നെ ആദ്യം കണ്ട മാത്രയിൽ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞത്. അവർ ഇടപെടാൻ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ സാധിക്കും നമുക്ക്. നിങ്ങൾ പറഞ്ഞ ഓപ്പറേഷൻ അനന്തയ്ക്ക് ഒരു രണ്ടാം ഘട്ടമൊക്കെ എത്തുമ്പോൾ അനധികൃത കെട്ടിടങ്ങളുടെ നിർമ്മാണ ഭാഗമായിട്ട് അതൊക്കെ നിലയ്ക്കുകയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ പുനരുജ്ജീവിക്കും? അല്ല, അത് ആ ഘടകങ്ങളാണ് ആലോചിക്കേണ്ടത്. ഞാൻ അത് പുനരുജ്ജീവിപ്പിക്കണം എന്ന് മാത്രമല്ല, അതുപോലുള്ള പദ്ധതികൾ എന്തായാലും നമ്മുടെ പ്രശ്നം പരിഹരിച്ചല്ലേ ഒക്കുള്ളൂ. പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ ഇടപെടലോടുകൂടി ആവിഷ്കരിച്ച് നമുക്ക് തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് എന്നേക്കും അവസാനിക്കും. അത് ഞങ്ങളുടെ സ്ലോഗനിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ 4-4.5 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 101 വാർഡിലും കോർപ്പറേഷൻ ഉടമസ്ഥതയുള്ള എല്ലാ ഓടകളും വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ വരുന്നത് കോർപ്പറേഷൻ ഉടമസ്ഥതയുള്ള ഓടകളിൽ നിന്നല്ല. ഞങ്ങളതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, മറിച്ച് വസ്തുത മനസ്സിലാക്കണം. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയുള്ള എല്ലാ ഓടകളും ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള മണ്ണ് അവിടെ നിന്ന് അപ്പം തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പം മഴ വന്നപ്പോഴാണല്ലോ ഇത്രത്തോളം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നും കൂടെ കൂടുതൽ വ്യക്തമാകുന്നത്. ആ ഘട്ടത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഇടപെടലുകൾ ഞങ്ങൾ തേടുന്നുണ്ട്. ഓക്കെ. തിരുവനന്തപുരം മേയർ വി രാജേഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അത് വലിയൊരു ബൃഹത് പദ്ധതി തന്നെ തയ്യാറാക്കിയാൽ മാത്രമേ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് മാറ്റാനാകൂ എന്നാണ് ഇപ്പോൾ മേയർ പറഞ്ഞിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് തമ്പാനിൽ നിന്നും ചേരുന്നുണ്ട് തത്സമയം. അലക്സ്, ഇനിയും മഴ കനക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അങ്ങനെ മഴ കനക്കുകയാണെങ്കിൽ നമ്മൾ മഴക്കാലത്തെല്ലാം തിരുവനന്തപുരം നഗരത്തെ കാണുന്നത് പോലെ വെള്ളക്കെട്ടിൽ തന്നെ കാണേണ്ടി വരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ വി രാജേഷ് പറഞ്ഞത് ഓപ്പറേഷൻ അനന്തയുടെ 2ാം ഘട്ടം എന്നൊക്കെ പറയുമ്പോൾ 1ാം ഘട്ടം പോലും എവിടെയായിപ്പോയി അല്ലെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അനൂപ്, മേയറുടെ വാക്കുകൾ കേട്ട് ചിരിക്കണോ കരയണോ എന്നുള്ളതാണ്. മേയർ ഇപ്പോഴാണ് ഇവിടുത്തെ നഗരത്തിലെ വെള്ളക്കെട്ടിനെ കുറിച്ച് അറിയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം അവസ്ഥ ഉണ്ടായാലല്ലേ ഇക്കാര്യങ്ങൾ ഇനി വിശദീകരിച്ച് ആ കാര്യങ്ങൾ കൂടി പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ ചെറിയ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. ഓപ്പറേഷൻ അനന്തയടക്കം മേയർ അന്ന് വി പ്രശാന്ത് മേയറായിരുന്ന കാലത്താണ് ഓപ്പറേഷൻ അനന്തയുടെ ആദ്യഘട്ടത്തിൻ്റെ തുടക്കം. അത് വഴിയിൽ വെച്ച് ആ പദ്ധതി തന്നെ നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ മറ്റു ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി. അത് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് നഗരമേഖല, ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തുള്ള മേഖലയാണ്. SS കോവിൽ റോഡ് പ്രദേശമൊക്കെ പെട്ടെന്നൊരു മഴ പെയ്താൽ വെള്ളം നിറഞ്ഞു കഴിയുന്ന ഇടങ്ങളായിരുന്നു. വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന മേഖലയൊക്കെ ആയിരുന്നു ഇതൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ കനത്ത മഴ നിന്നു പെയ്യുകയാണെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. പക്ഷേ കുറച്ച് മണിക്കൂർ മഴ മാറി നിന്നാൽ ആ വെള്ളം ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഈ മേഖലയിലുണ്ട്, തിരുവനന്തപുരത്ത് ഈ മേഖലയിലുണ്ട്. പക്ഷേ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന മറ്റു ചില പ്രദേശങ്ങൾ കൂടിയുണ്ട്. അവിടെയെല്ലാം ഉൾപ്പെടുത്തി മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കം നടത്തി ഈ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാമെന്നതടക്കമായിരുന്നു നേരത്തെ നഗരസഭ അധികാരത്തിലേറുമ്പോൾ BJP ഭരണസമിതി പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും കാണുന്നില്ല. ഈ പഴവങ്ങാടി മേഖല എല്ലാ കാലവും വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന മേഖല കൂടിയാണ്. അത് അങ്ങനെ കിടക്കുന്നു. ഇനിയും ഇറിഗേഷൻ വകുപ്പും മേജർ ഇറിഗേഷനും മൈനർ ഇറിഗേഷനും ഒക്കെയായി ചർച്ച നടത്തി അതിനൊരു പദ്ധതിയൊക്കെ രൂപീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മേയർ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും നഗരത്തെ സംബന്ധിച്ച് മഴ പെയ്താൽ, പ്രത്യേകിച്ച് 1 മണിക്കൂർ കനത്ത മഴ പെയ്താൽ ഇപ്പോഴും നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ടുണ്ടായി. പ്രത്യേകിച്ച് ചിലയിടങ്ങൾ, അതായത് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൽ പോലും വെള്ളം ചോർന്നിറങ്ങുന്ന സാഹചര്യം തിരുവനന്തപുരത്തുണ്ടായി. പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. അവിടെ ഓഫീസ് മുറികളിലേക്കും ഒപ്പം ലിഫ്റ്റുകളിലേക്കും ഒക്കെ വെള്ളം കിനിഞ്ഞിറങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അത് ഈ നിർമ്മാണ ഘട്ടത്തിലെ പ്രശ്നങ്ങൾ മൂലമാണ് അത്തരം ഈ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളം ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഔട്ട്ഫ്ലോ പൈപ്പുകളുടെ അപര്യാപ്തതയാണ് അതിന് കാരണമെന്ന് അവർ പറയുന്നു. ആ തരത്തിലുള്ള ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ശക്തമാകാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഇന്നതാ കനത്ത മഴയ്ക്ക് ശേഷം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാധാരണക്കാരന്റെ പ്രശ്നമാണല്ലോ. അവൻ ഈ പറയുന്നത് പോലെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിൽ വെള്ളം കയറിയാൽ നടക്കേണ്ടത് ഈ വിസർജ്യം പോലും കലർന്ന വെള്ളത്തിൽ കൂടിയാണ് ഈ നാട്ടിലുള്ളവർ നടക്കേണ്ടി വരിക. അത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ മേയർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഭരണത്തിലല്ലാതിരുന്നപ്പോഴും ഈ മുൻ മേയറെയും ഒപ്പം തന്നെ ഭരണസമിതിയെയും എല്ലാം രൂക്ഷമായി വെള്ളക്കെട്ട് വിഷയത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഇവരെയെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഭരണത്തിലേറിയപ്പോൾ അതിന് വലിയ ബൃഹത് പദ്ധതി വേണം, അതിങ്ങനെ പോയാൽ പോരാ, അതിന് മറ്റ് സഹായങ്ങൾ വേണം, ഒരുപാട് കാലമെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന മട്ടാണല്ലോ. അനൂപ്, നിസ്സംശയം പറയാം, ഈ മഴവെള്ളത്തിൽ കൈ കഴുകുന്നത് പോലെ കൈകങ്ങ് കഴുകുകയാണ്. നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിന്നൊക്കെ കൈകങ്ങ് കഴുകുകയാണ്. ഇനിയും സമയമെടുക്കും. വിവിധ പദ്ധതികളുമായി അല്ലെങ്കിൽ വിവിധ വകുപ്പുകളുമായി ആലോചിക്കേണ്ടതുണ്ട്. ഒരു ബൃഹത് പദ്ധതി തയ്യാറാക്കിയാലേ ശാശ്വതമായി ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനാകൂ എന്നാണ് മേയർ പറയുന്നത്. അത് മേയർ മാത്രമല്ല, കാലാകാലങ്ങളായി കോർപ്പറേഷൻ ഭരിക്കുന്നവർ മുഴുവൻ പറയുന്നതാണ്. ഒരു ശാശ്വത പദ്ധതി തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച അല്ലെങ്കിൽ അത് രൂപീകരിച്ച ഒരു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ അനന്ത. പക്ഷേ അത് പൂർണ്ണമായി പൂർത്തീകരിക്കാനായില്ല. ചിലയിടങ്ങളിലെത്തിയപ്പോൾ അത് പിന്നീട് ആ പദ്ധതി നടപ്പിലാകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതങ്ങനെ വഴിയിൽ നിൽക്കുകയാണ്. പലയിടങ്ങളിലും, അതായത് നഗരത്തിനുള്ളിൽ തന്നെ ഓടകൾ, ചെറിയ ഓവുചാലുകൾ, ചെറിയ തോടുകളൊക്കെ കോർപ്പറേഷൻ്റെ പക്കലുള്ളതും ഇറിഗേഷൻ്റെ പക്കലുള്ളതും മേജർ ഇറിഗേഷൻ്റെയും മൈനർ ഇറിഗേഷൻ്റെയും PWDയുടെ പക്കലൊക്കെ ഉള്ളതുണ്ട്. അതെല്ലാം വൃത്തിയാക്കേണ്ടതുണ്ട്. റെയിൽവേയുടെ കീഴിൽ തന്നെ വരുന്ന ഓടകളുണ്ട്. അതിന് റെയിൽവേയുടെ സഹകരണം അത്യാവശ്യമാണ്. അത്തരത്തിലൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ അത് മഴ എത്തിയതിനു ശേഷം മാത്രം ആലോചിക്കേണ്ട ഒരു കാര്യമല്ല, അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ല അത്തരം കൂട്ടായ്മയുടെ ഒരു ഏകോപനം വേണമെന്നുള്ള കാര്യം. അത് മഴയ്ക്ക് മുമ്പ് തന്നെ അത്തരം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരത്തിന് അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് സത്യത്തിൽ ഒരു നഗരസഭ വിജയിക്കുന്നത്. അതെത്ര കണ്ട് പുതിയ നഗരസഭ വിജയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് സംശയം. അദ്ദേഹം പറയുന്നത് ഇനിയും ആലോചന നടക്കണം, ബൃഹത് പദ്ധതികൾ വേണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചെറിയ മഴ, അതായത് 1 മണിക്കൂർ നിന്ന് പെയ്താൽ തിരുവനന്തപുരം നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അനൂപ്, യെസ്, അത് തന്നെയാണ്. അധികൃതർ തന്നെയാണ് അതിലേക്ക് കണ്ണുവയ്ക്കേണ്ടത്. ഈ ഗ്യാലറിയിലിരുന്ന് കളി കാണാനും ഫിസിലടിക്കാനും കൂകി വിളിക്കാനും എളുപ്പമാണ്. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പൊതുജനത്തിന് നടക്കണം. കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. ആ തലസ്ഥാനത്ത് ചെറിയൊരു മഴ പെയ്യുമ്പോൾ പോലും വെള്ളക്കെട്ടുണ്ടാവുകയും ഇത്തരത്തിൽ ഓടവെള്ളം റോഡിലേക്ക് ഇറങ്ങി അതുവഴി പൊതുജനത്തിന് നടന്നു പോകേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അതാരായാലും ഉടൻ തന്നെ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.